1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ചില നേരത്ത് കാര്യമില്ലാതെ വയലന്റ് ആവും. പക്ഷെ എനിക്കെന്തോ അവരുടെ ക്യാരക്ടർ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചിലരങ്ങനെയാ മോളെ, കുറച്ചൊന്ന് ഷാർപ്പായിരിക്കും. ഒരു വലിയ സ്ഥാപനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അവരുടെ തലയിലല്ലേ, അതിന്റെ ഒക്കെ ഒരു ടെൻഷൻ കാണും. മോളുടെ മാഡത്തിന്റെ നേച്ചർ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്താ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ആ ശബ്ദം കേട്ടപ്പോ ആളിന്റെ ഒരു പവർ മനസ്സിലായി എന്ന് പറഞ്ഞതാ. അല്ല, മുൻപ് ഞാനും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ. പെട്ടെന്നങ്ങ് ചൂടാവും. മോള് തിരിച്ചു വിളിക്ക്. എന്തെങ്കിലും അത്യാവശ്യക്കാര്യം പറയാനാവും വിളിച്ചത്. വിളിക്കും മോളെ. മാഡം ആണോ? എടുക്ക്. ഹലോ മാഡം. ഞാൻ നേരത്തെ വിളിച്ചപ്പോ ദേവിക തിരക്കിലായിരുന്നു അല്ലേ? ആ അതെ മാഡം. ദേവികയുടെ മദർ ഇൻ ലോയാ അറ്റൻഡ് ചെയ്തത്. ആ അതെ. അധികം സംസാരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഒരിക്കലും വിശദമായിട്ട് പരിചയപ്പെടാമെന്നാ ഞാൻ പറഞ്ഞത്. അത് സാരല്ല മാഡം. ദേവിക, ഇന്നിവിടെ നടന്ന കാര്യത്തില് സോറി പറയാനാണ് ഞാൻ വിളിച്ചത്. അയ്യോ മാഡം, ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവില് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒരു മേജർ പ്രോജക്റ്റ് അപ്രതീക്ഷിതമായിട്ട് ക്യാൻസൽ ആയിപ്പോയി. അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. ഓക്കെ മാഡം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തത് ഒട്ടും ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്. തെറ്റ് കണ്ടാൽ ഞാൻ ശാസിക്കും, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് കുറ്റൊന്നും ചെയ്യാത്ത ഒരാളെ ഞാൻ വേദനിപ്പിച്ചു. സാരല്ല മാഡം. മാഡം സോറി പറയൊന്നും വേണ്ട. ആ സമയത്ത് ഒരു വിഷമം തോന്നിയിരുന്നു. പക്ഷേ ദേ ഇപ്പൊ ഒക്കെ മറന്നു. സന്തോഷായി മാഡം. ആ മാഡം. എന്താ ദേവിക? നാളത്തേക്ക് എനിക്കൊരു ലീവ് ഗ്രാന്റ് ചെയ്യാവോ? എന്തു പറ്റി ദേവിക? കേസിന്റെ കാര്യത്തിനൊന്ന് കോടതി വരെ പോണായിരുന്നു മാഡം. കേസോ? എന്ത് കേസ്? അല്ല മാഡം, എന്റെ ഫാദർ ഇൻ ലോയ്ക്ക്. ആ ഓക്കെ ഓക്കെ, പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ. നാളെ കോടതിയിലെ കാര്യങ്ങള് ദേവികയ്ക്കും കുടുംബത്തിനും അനുകൂലമായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. നാളത്തേക്ക് ഞാൻ ലീവ് സാങ്ഷൻ ചെയ്യാം. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. ദേവിക ഇപ്പോ എന്റെ ഡയറക്റ്റ് കൺട്രോളിലായതുകൊണ്ട് ലീവ് എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഓക്കെ മാഡം, താങ്ക് യു. ആ അപ്പോ ആന്റിയോട്, അല്ല പ്രഭാവതിയോട് പറഞ്ഞേക്ക് ഒരിക്കൽ നേരിട്ട് കാണാന്ന്. ആ ശരി മാഡം, ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു മാഡം. ശരി. എന്തായി, സംസാരിച്ചോ? ആ ഇന്ന് ചൂടായതിന് സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. നാളത്തേക്ക് ലീവും തന്നു. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരല്ലേ, പെട്ടെന്നുള്ള ടെൻഷനില് നമ്മളങ്ങ് ചൂടാവും. അമ്മയോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇനി ഒരിക്കൽ പരിചയപ്പെടാന്നും പറഞ്ഞു. നാളത്തെ കോടതി കാര്യത്തില് വിധി അനുകൂലമാവാൻ പ്രാർത്ഥിക്കാന്നും പറഞ്ഞു. ഈശ്വര, എല്ലാം നന്നായി വരണേ. സുഹൃത്ത ഒക്കെ പറഞ്ഞ പോലെ നാളെ രാവിലെ കൃത്യസമയത്ത് എന്റെ ആൾക്കാർ വണ്ടിയുമായിട്ട് എത്തും. അതീക്കറി കോടതിയിലോട്ട് വന്നാൽ മതി. അവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഒക്കെ ത്യാഗരാജൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. എന്റെ ചന്ദ്രമതി പുറത്തു വരണം. അവളെ ദ്രോഹിച്ചവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. അതേ ഉള്ളൂ എനിക്ക്. സത്യത്തിൽ സുഹൃത്ത് ഞങ്ങളോട് കാണിക്കുന്നത്
എത്ര വലിയ പുണ്യാന്നറിയാവോ? ചന്ദ്രമതിയുടെ കഷ്ടപ്പാടുകൾ തട്ടിച്ചു നോക്കുമ്പോ ഞാൻ അത്രയെങ്കിലും ചെയ്യേണ്ട ത്യാഗരാജ. അതിരിക്കട്ടെ, ചന്ദ്രമതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? എവിടെയാണ്, എന്താണെന്നൊക്കെ? ആ, ഈ വക്കീലിന്റെ നിർദ്ദേശാനുസരണം മാറി നിൽക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സുഹൃത്ത ചേച്ചിക്ക് വേണ്ടി മൊഴി കൊടുക്കാൻ കോടതിയിൽ വരുന്ന കാര്യം ഞാൻ ചേച്ചി അറിയിച്ചിട്ടുണ്ട്. ചേച്ചി സന്തോഷം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു. കോടതി വിധി വന്ന് ചേച്ചി പുറത്തിറങ്ങിയ ആദ്യം കാണാൻ വരുന്നത് സുഹൃത്തെ ആയിരിക്കുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, എനിക്ക് അവളെ കാണാൻ കൊതിയായി. പാവം, അവളുടെ കണ്ണീര് എത്രയും പെട്ടെന്ന് തോർന്നു കാണണം. അതേ ഉള്ളൂ എനിക്ക്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഇത്താ. ആ ശരി. ആ ഇതാ, കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒക്കെ അറിയാം ത്യാഗരാജ. എന്നാ ശരി ഇതാ, ഞാനിപ്പോ ഇറങ്ങുക. നാളെ കോടതി കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാവം പ്രഭ, എല്ലാ ആവശ്യങ്ങൾക്കും ഒറ്റയ്ക്ക് ഓടുന്ന കാണുമ്പോ സങ്കടം വരിക. നന്ദനും ദേവിക്കും ജോലി ഉള്ളതുകൊണ്ടല്ലേ ഈ സമയത്ത് അതൊരു ആശ്വാസം. പിന്നെ നമ്മളെ പോലെയല്ല പ്രഭാവതി, പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളല്ലേ, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം. അച്ഛാ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടി? നാളെ കോടതിയിൽ മൊഴി കൊടുക്കാൻ ചന്ദ്രമതി ആന്റി എത്തിന്ന്. ആണോ? ആ, ദാ ഇപ്പൊ ദേവേച്ചി വിളിച്ച് പറഞ്ഞതാ. ആന്റി നാളെ നേരെ കോടതിയിലെത്തും. കമ്പനി വസ്തുക്കളെ കുറിച്ചും തനുജയുടെ അച്ഛൻ ആരെന്നൊക്കെ വിശദമായിട്ട് കോടതിയെ അറിയിക്കും. എല്ലാം പ്രതീക്ഷിച്ച പോലെ നടന്ന നാളെ തന്നെ കേസ് അവസാനിക്കുന്ന ചേച്ചി പറയുന്നേ. മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്നത്. പാവം പ്രഭാവതി, ചന്ദ്രമതിയുടെ കൂട്ടുകാരി സുഹറയും കൂടെ പിന്മാറിയപ്പോ ആകെ പതറിയിരിക്കായിരുന്നു. ഇത്രയും കാലത്തെ പരീക്ഷണങ്ങൾ നാളെ അവസാനിക്കാൻ പോവുക. നാളെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ രാത്രിയാവും. നാളെ കേസിന്റെ കാര്യമൊക്കെ കഴിഞ്ഞാ പിന്നെ എത്രയും പെട്ടെന്ന് ശാരികയുടെ കാര്യ. എന്താ അമ്മ ഇത്? എന്ത് കാര്യം പറഞ്ഞാലും അപ്പൊ കൊണ്ടുവരും ഒരു ശാരികയുടെ കാര്യം. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ അത്ര ധൃതിയാണോ? ഇല്ല, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. കോടതി വിധി വരട്ടെ. സിദ്ധാർത്ഥൻ സാറിനോട് ആലോചിച്ചിട്ട് നമുക്ക് നടത്താം. ഒന്ന് പോമേ, ഒരു കല്യാണം. ദേ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ അപ്പ അവൾക്ക് ദേഷ്യം വരും. എല്ലാം ശരിയാവും. അവളുടെ പരീക്ഷയ്ക്കൊന്ന് കഴിയട്ടെ. വാതില് തുറക്ക്, വാതില് തുറക്കാനേ പറഞ്ഞേ, വാതില് തുറക്കാൻ. എന്താ മേഡം, എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ? നിങ്ങൾ എന്തിനാ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നേ? എനിക്ക് പേടിയാവാ. ബഹളം വയ്ക്കരുത്. നിങ്ങൾ ആരാ? എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നല്ലേ? അല്ലേന്ന്? അതെ, ചതിയിലൂടെ തന്നെയാ ചന്ദ്രമതി മാഡത്തിന് ഇവിടെ എത്തിച്ചത്. മറ്റു മാർഗമില്ലായിരുന്നു. എന്റെ ഫോൺ എവിടെ? എനിക്ക് എന്റെ ഫോൺ താ. ഇല്ല മേഡം, ഫോൺ തിരിച്ചു തരാൻ പറ്റില്ല. എന്താണെങ്കിലും എന്നോട് പറഞ്ഞാ മതി. എന്തിനാ എന്നെ ഇങ്ങനെ തടവിൽ വെച്ചിരിക്കുന്നേ? എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ?
മാഡം എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നാളെ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ആ തെറ്റ് വരുത്താൻ പാടില്ല. അതുകൊണ്ട് മാഡത്തെ ഞാൻ രക്ഷിച്ചു നിർത്തിയിരിക്കുക. എന്തായാലും മാഡം ബുദ്ധിമതി തന്നെയാ. ഒരു ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് കൺഫ്യൂഷൻ ആക്കിയിട്ട് വേറൊരു ഫ്ലൈറ്റിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ആ ബുദ്ധി തനുജയുടേതാണല്ലേ? അതിനേക്കാൾ ബുദ്ധിയുള്ള ഒരാൾ എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ ഇങ്ങനെ ആരെങ്കിലും മെനക്കെടുവോ? ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നാളെ ചന്ദ്രമതി കോടതിയിൽ എത്താൻ പാടില്ല. ഞാൻ ഒച്ച വെക്കും, ഞാൻ ബഹളം ഉണ്ടാക്കും. ഒച്ച വെച്ചോ, എത്ര വേണമെങ്കിലും ഒച്ച വെച്ചോ, ഒരു കാര്യവുമില്ല. ഈ റിസോർട്ടില് മറ്റാരുമില്ല. സ്പെഷ്യൽ ഗസ്റ്റ് ചന്ദ്രമതി മാഡം മാത്രമേ ഉള്ളൂ ഇപ്പോ. ഇപ്പോ ഒരു ചീഫ് ഗസ്റ്റ് വരും. വന്നല്ലോ. എന്ത് പറയുന്നു എന്റെ ചേച്ചി പെണ്ണേ? സുഖല്ലേ? യാത്രയൊക്കെ നല്ലതായിരുന്നോ? ത്യാഗരാജ, നീ ഇത്രയ്ക്ക് ചതിയനാണോടാ? ചതിയനല്ല, അനിയൻ. ഓ, എന്തൊരു അനിയനല്ലേ ഞാൻ. അയ്യോ, ത്യാഗരാജനും ചന്ദ്രമതിയും കൂടപ്പിറപ്പുകളാണല്ലേ? അതെ, കൂടപ്പിറപ്പുകളായാൽ ഇങ്ങനെ തന്നെ വേണം. എന്റെ അല്ല കുരുളെ, താനൊരു പുലിയാടോ, സമ്മതിച്ചിരിക്കുന്നു. വെറുതെ ഡയലോഗ് ഇട്ടിട്ട് കാര്യമില്ല ത്യാഗരാജ, കാര്യം നടക്കണം. വാ. ചേച്ചി, അയാൾ ഇത്തിരി ഡേഞ്ചറാ. ആ ഫിലിപ്പ് കുരുവിളയുടെ തടവില ചേച്ചി ഈ നിൽക്കുന്നത്. കേസ് കഴിഞ്ഞ പുറത്തിറങ്ങും. അതുവരെ മിണ്ടിപ്പോരുന്ന കൽപ്പന. അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ അങ്ങനെ ഒതുങ്ങിക്കൂടി ഞാൻ കഴിഞ്ഞ ഈ തടി കേടാവാതെ സൂക്ഷിക്കും. എന്നെ വിട, എന്നെ തുറന്നു വിട്. നീ ഇത്ര ദുഷ്ടനായി പോയല്ലോ. തുറന്നു വിടടാ. ത്യാഗരാജ, തുറക്ക്. വാതില് തുറക്ക്. വാതില് തുറക്ക്. വാതില് തുറക്ക്. ത്യാഗരാജ, തുറക്ക്. തുറക്ക്. മതി ഗിരി, ഉറക്കം വന്നിട്ട് വയ്യ. നീ കിടന്നു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? എത്ര സമയം? ഓ, 12 കഴിഞ്ഞല്ലേ. എന്താ, നീ കിടന്നോ? വന്ന് കിടക്കുന്നുണ്ടോ? ഇതറിയ നേരത്ത്
എന്താന്ന് അറിഞ്ഞിട്ട് മതി കഥ തുറക്കുന്നത്. ഗിരീഷേ, ഹലോ. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഗിരീഷേ, എന്തായാലും ഞാൻ നോക്കട്ടെ. വക്കീലെന്താ ഈ നേരത്ത്? പാതിരാത്രി ആയില്ലേ? പാതിരാത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാ. രാത്രിയുടെ പാതി 6 to 6, അതിന്റെ പാതി 12. അത് ശരി. 12 മണിക്ക് കയറി കിടന്നിട്ട് എന്നോട് ചോദിക്കുക എന്താ പാതിരാത്രിക്കെന്ന്. വക്കീൽ എന്താ കാര്യം? ഗിരി വാ, നമുക്കേ കേസിന്റെ കുറെ പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. രാത്രിയിൽ എന്ത് പോയിന്റ്? പ്ലസ് പോയിന്റ്. ഗിരീഷ വന്നേ. അല്ല, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചാ പോരെ? ഓഫീസിൽ പോണം. ആദ്യം കരുതി നന്ദനെ വിളിക്കാമെന്ന്, പിന്നെ നന്ദൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. നാളെ കോടതിയല്ലേ. അല്ല, തനിക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്കിറങ്ങാം. അല്ല, സാറൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. അല്ല, വിളിക്കാൻ നോക്കിയതാ, പക്ഷെ ഫോണിന്റെ ബാലൻസ് തീർന്നു. പിന്നെ ഒരു വണ്ടി പിടിച്ച് ഞാനിങ്ങ് പോന്നു. അല്ല, എന്നിട്ട് വണ്ടി എവിടെ? അല്ല, സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്ന ഒരു പയ്യന്റെ സ്കൂട്ടറിൽ ഒരു ലിഫ്റ്റ് അടിച്ച് ഞാനിങ്ങ് പോന്നു. എന്റെ പൊന്നോ, ആ ഗേറ്റ് ചാടിക്കിടക്കാൻ പെട്ട പാട്. എന്റെ പാൻറ് കയറിയനെ ആകെ ഒരെണ്ണമാ ഉള്ളത്. ഇവിടെ കഥയും പറഞ്ഞോണ്ട് നിന്നാ മതിയോ? പോണ്ടേ? ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വന്നേ. ഇതൊക്കെ മതിയെന്ന് എന്തിനാ പെണ്ണ് കാണാൻ പോവാണ്? അമ്മേ, ഞാൻ എന്നാ പോയിട്ട് വരാം. അമ്മ, ഞങ്ങൾ പോട്ടെ. രജനി, വാതിലടച്ചേക്ക്. വാതിലടച്ചു. ഞങ്ങള് ഇച്ചിരി ലേറ്റ് ആവുക. അപ്പോ ഗുഡ് നൈറ്റ്. വാ വാ വാ, വന്നേ. കമോൺ, വേഗം വാ. മോളെ, വാതിലടച്ചേക്ക്. ഭഗവതി കാത്തോളണേ. ഇത്രയും മനസ്സ് നിറഞ്ഞ് ഞാൻ ഈ അടുത്തൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ദേവി അനുഗ്രഹിച്ച് സിദ്ധാർത്ഥ സാറ് ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. എത്ര നാളായി ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത്. ഇന്നത്തെ വാദത്തോടെ എല്ലാം തീർന്നാ മതിയായിരുന്നു. ചന്ദ്രമതി ആന്റി എത്തിക്കഴിഞ്ഞല്ലോ അമ്മേ. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ എല്ലാരും പറയുന്നേ. ജയിക്കും അമ്മേ. വിവാഹം കഴിഞ്ഞെന്നല്ലാതെ ദേവിക്ക് ഇതുവരെ ഒരു കുടുംബജീവിതം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നൊഴിയുമ്പോ അടുത്തതെന്ന് പറഞ്ഞ പോലെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നില്ലേ? വേറൊരു പെണ്ണിനും ഇത്രയും വിഷമം പിടിച്ച അവസ്ഥ ഉണ്ടായി കാണില്ല. ഒക്കെ ഇതോടെ ഞാൻ കഴിഞ്ഞാ മതിയായിരുന്നു. എല്ലാം നന്നായി വരും അമ്മേ. 100% ആത്മവിശ്വാസത്തോടെയല്ലേ ആന്റി നന്ദേട്ടനും ദേവിയച്ചൊക്കെ സംസാരിച്ചേ? എല്ലാം ശുഭമായി വന്നാ മതിയായിരുന്നു. പ്രത്യേക വഴിപാടൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചല്ലേ അമ്മേ? എല്ലാം ശരിയാവും. അമ്മ വാ വാ. മോളെ, പ്രസാദം താഴെ വീണല്ലോ. കയ്യിൽ നിന്ന് സ്ലിപ്പായപ്പോ താഴെ പോയി. അതിനിപ്പോ എന്താ? ദേവിയുടെ പ്രസാദം താഴെ വീണു. എന്തോ ദുസൂചന പോലെ. ഷോ, ഇത് വലിയ കുഴപ്പമായല്ലോ. അമ്മ ഇങ്ങോട്ട് നടന്നേ. വാ മോളെ, എല്ലാം നന്നായി തന്നെ വരുമല്ലോ അല്ലേ? പിന്നല്ലാതെ. വാ, നമുക്ക് പോവാം. വാ. അങ്ങനെ ചെയ്യാം സർ. അതെ, ഞങ്ങൾ ഉടനെ ഇറങ്ങും. നന്ദനും ദേവികയും കൂടെ ഉണ്ടാവും. ശരി അമ്മേ, സമയായി. പോ. ഭാർഗവി, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. ആന്റി, ഒരു ടെൻഷനും വേണ്ട. എല്ലാം അനുകൂലമായിട്ട് തന്നെ വരും. എനിക്കൊരു ടെൻഷനും ഇല്ല ഗൗരി. മുൻപുണ്ടായിരുന്ന സംശയവും പതർച്ചയും ഒക്കെ മാറി. ഇപ്പൊ പൂർണ്ണ വിശ്വാസമാ. നമ്മൾ ഈ കേസ് ജയിക്കും. പിന്നല്ലാതെ എവിടെ സത്യത്തിനേ ജയമുള്ളൂ. അമ്മേ,
ചന്ദ്രമതി ആന്റി വിളിക്കാൻ പോണോ? വേണ്ട, അവള് നേരിട്ട് കോടതിയിലെത്തും. അതുമല്ല, ഒരുമിച്ച് പോണ്ടാന്ന് കാട്ടൂരാമക്കൽ പറയുകയും ചെയ്തുവല്ലോ. അതെ, ത്യാഗരാജന്റെ ഒക്കെ ഒരു ശ്രദ്ധയുണ്ടാവും. ആ ത്യാഗരാജ, താൻ എവിടെയാ? ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാണ് മാഡം. ത്യാഗരാജ, ചന്ദ്രമതിയെ നോക്കാൻ ആളുണ്ടല്ലോ അല്ലേ? കൊള്ളാം, എന്റെ ചേച്ചിയല്ലേ. ചേച്ചിയെ നന്നായി നോക്കാനുള്ള സകല ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്.